പരിശുദ്ധാത്മാവ് ആരാ? നമ്മൾ ഒത്തിരി കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അച്ഛൻ കുറച്ച് 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവ് ആരാന്നാണ് എന്താ പറയാ, പരിശുദ്ധാത്മാവ് ആരാ? അതിന്റെ പരിശുദ്ധാത്മാവ് ആരാണ് ഈശോ പറയുന്നത്? ഈശോ പറയുന്നത് എന്താ? അപ്പോൾ പിന്നെ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഈശോ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക? അങ്ങനെ ജസ്റ്റ് ഒരു 3 കാര്യങ്ങളാണ് അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം പരിശുദ്ധാത്മാവ് ആരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പരിശുദ്ധ ഗീതത്തിലെ 3-ാമത്തെ ആളാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ആ പരസ്പരം ആ ഷെയർ ചെയ്യുന്ന എല്ലാം, അവർ പരസ്പരം എന്താ പറയുക, ഷെയർ ചെയ്യുന്ന, അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സെൽഫ്ലെസ് ആയിട്ടുള്ള ആ ഒരു സ്നേഹമാണല്ലോ, സ്നേഹബന്ധം. പിതാവും പുത്രനും തമ്മിലുള്ള ഒരു ബന്ധമാണല്ലോ, അതാണ് ആ സ്നേഹബന്ധത്തിന് പറയുന്നതാണ്, പിതാവും പുത്രനും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന് പറയുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര തിയോളജിക്കൽ. അപ്പം അച്ഛന് പറയാനുള്ളത് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണ് അച്ഛന്. ഇതൊക്കെ തിയോളജി, നമുക്ക് അതങ്ങ് വിടാം. ഇപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ നമ്മൾ ബൈബിളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണ്. അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയാണ്. കാരണം എന്താ, ഈശോ പറഞ്ഞേക്കുന്നത് എന്താ, ഈശോ പഠിപ്പിച്ചേക്കുന്നത്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അത് ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം ഈ ഒരു വചനം നമുക്ക് ആവശ്യം ഉണ്ടാവും ഈ സെഷനിൽ. അപ്പൊ ഈശോ വാഗ്ദാനം ചെയ്ത സഹായകനാണ്. അപ്പൊ ഒന്നാമത് ഈശോ ഈ യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തില് 16, 26, പിന്നെ അതുപോലെ 15-ാം അധ്യായത്തില് 16, 15-ാം അധ്യായം 7 പറയുന്ന വാക്ക് എന്ന് പറയുന്നത് സഹായകനാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് സഹായകനാണെന്നാണ് ഈശോ പഠിപ്പിച്ചത്. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഈശോ പഠിപ്പിക്കുന്നതാണ്, പരിശുദ്ധാത്മാവ് സഹായകനാണ്. അതുപോലെ നമുക്കറിയാം, നമ്മൾ സുവിശേഷത്തിൽ നമുക്കറിയാം, സുവിശേഷം എന്ന് പറയുന്നത് എന്താ, ഈശോ സംസാരിക്കുന്നതല്ലേ. അപ്പൊ ഈശോ സംസാരിക്കുന്നു, ഈശോ ചെയ്യുന്ന പ്രവർത്തികളാണ് സുവിശേഷത്തില്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാനിലൊക്കെ ഈശോ സംസാരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഈശോ സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈശോ പറഞ്ഞാ ഒരു സഹായകനെ അയക്കും, അല്ലെ? സഹായകനെ അയക്കും എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പം ഈശോ പോയതിന് ശേഷം പിന്നെ കാണുന്ന അപ്പസ്തോല പ്രവർത്തനം. അപ്പസ്തോല പ്രവർത്തനത്തിൽ മൊത്തം കാണുന്നത് എന്താ, ഈശോ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നതാണ്. ഈ സഹായകനെ അയച്ചിട്ട് ഈശോ പരിശുദ്ധാത്മാവിലൂടെ സഭയിൽ പ്രവർത്തിക്കുന്നതാണ്. അതാണ് ഇപ്പോഴും നമ്മുടെ സഭയിൽ നടക്കുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ, ഈശോയുടെ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അപ്പസ്തോല പ്രവർത്തനത്തിൽ നടക്കുന്നത് ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഈശോ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അതിന് കാരണം എന്താ, ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈശോ സ്നേഹന്മാരോട് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആരോടെങ്കിലും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ 8-ാം അധ്യായം 29-ാം അധ്യായത്തിൽ ഈ പീലിപ്പോസ് ഈ എത്യോപ്യയിൽ നിന്നുള്ള ഷണ്ടൻ ഇങ്ങനെ രഥത്തിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാ. അപ്പസ്തോല പ്രവർത്തനം 8:29 നമ്മൾ വായിക്കുന്നു, ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തിന് സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അപ്പം ഇങ്ങനെ പോയി, അപ്പൊ അതിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഇത് ആത്മാവാണ് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരാളാണ്. ഒരാൾക്കല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സംസാരിക്കുന്ന ദൈവം. അപ്പോൾ അത് നമ്മൾ കാണുന്നു. പിന്നെ നമ്മൾ ഈ 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇങ്ങനെ അവിടുത്തെ കുറച്ച് പ്രവാചകന്മാരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, ബാർന്നബാസിനെ സൗലിനെ ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്ക് എനിക്കായി മാറ്റി നിർത്തുക. അപ്പൊ അങ്ങനെ അപ്പൊ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൈവമാണ്. ചുമ്മാ ഒരു ഐഡിയ അല്ല. അപ്പം സംസാരിക്കുന്ന ദൈവം. അതുപോലെ നമുക്കറിയാം ഈശോയ്ക്ക് നമ്മുടെ മാനുഷികമായ ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവൻ സന്തോഷിച്ചു, അവന് വിഷമായപ്പോ അവൻ കരഞ്ഞു, അല്ലെ? ഈ മേരി ഒക്കെ വന്ന് ഈശോയുടെ അടുത്ത് വന്ന്, മേരി ലാസറിന്റെ മാർത്ത മേരി ലാസറസ് അപ്പം ഈ ഈശോയുടെ അടുത്ത് വന്ന് കരയുമ്പോ എന്താ, ഈശോയും കരയാ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ മറ്റുള്ളവരുടെ വേദനയിൽ കരയുന്ന ഒരു ഈശോ, കരയുന്ന ഒരു ദൈവം. അതുപോലെ തന്നെ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത് കാണുന്നത് എഫേസ്യസുകാർക്ക് എഴുതിയ
എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ വേദനിപ്പിക്കാൻ പറ്റും എനിക്ക്, വേദനിപ്പിക്കാൻ പറ്റും എനിക്ക്. അപ്പൊ എന്താ? അതൊരു ഒരാളാണ്, വേദനിപ്പിക്കാൻ പറ്റും. അപ്പൊ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പം ഇത് പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഈശോ പറഞ്ഞേക്ക, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 24, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായ പരിശുദ്ധ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിക്കും. അപ്പൊ പഠിപ്പിക്കുന്ന ദൈവം. അതുപോലെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അനുസ്മരിപ്പിക്കുന്ന ദൈവം. അപ്പൊ എന്താ? സഹായിക്കുന്ന ദൈവം, വേദനിക്കുന്ന ദൈവം. നമ്മളെ വേദനിപ്പിക്കാൻ പറ്റും, വേദനിക്കുന്ന. അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവം, ഓർമ്മിപ്പിക്കുന്ന ദൈവം, ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഒന്ന് നോക്കി, അപ്പസ്തോല പ്രവർത്തനം ആയപ്പോഴത്തേക്കും എന്താ? ഈശോയുടെ ആ ഒരു സാന്നിധ്യം, ഫിസിക്കൽ സാന്നിധ്യം ഇല്ല. പിന്നെ എന്താ? പിന്നെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഈശോ പരിശുദ്ധാത്മാവിനോട് പ്രവർത്തിക്കുക. അപ്പം സുവിശേഷം ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താ പറ്റിയേ? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ് സ്ലീഹന്മാരെ എങ്ങനെയാണ് ഈശോയുടെ ഈ ദൈവരാജ്യം നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളത്, അത് കൊണ്ടുപോകണം. അപ്പൊ എന്ത് പറ്റി? പരിശുദ്ധാത്മാവ് എന്ത് പറ്റി? അവരെ ദൈവനിവേശിതായിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നു. അപ്പൊ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ അവര് സുവിശേഷം എഴുതുവാണ്. ദൈവവചനം എഴുതാൻ തുടങ്ങി. അത് പരിശുദ്ധാത്മാവിലൂടെയാണ് അവരെഴുതിയത്. ദൈവവചനം എഴുതാൻ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങി, അല്ലെ? അപ്പൊ എന്തൊരു മാറ്റം അവർക്കുണ്ട്. അപ്പം ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, അപ്പം ദൈവം സ്ലീഹന്മാർക്കും നമുക്കെല്ലാവർക്കും തന്ന സഹായകനാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം അച്ഛന് പറയാനുള്ളത് ബേസിക്കലി. അപ്പൊ ഇന്ന് രാവിലെയൊക്കെ അച്ഛൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, എന്താ ഈശോയുടെ ഈ മക്കളോട് പറയേണ്ടത്? അപ്പൊ പരിശുദ്ധാത്മാവ് കുറെ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവും ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പാപങ്ങൾ മോചിക്കുന്നു, നമ്മളെ വിശുദ്ധീകരിക്കുന്നു, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോ എന്താ ഈശോ നിന്റെ മക്കളോട് പറയാൻ നീ ആഗ്രഹിക്കുന്നത്? അപ്പം എനിക്ക് അച്ഛന് തോന്നിയ ഒരു കാര്യം ഇതാണ്, ഈശോ മെയിൻ ആയിട്ട് പറഞ്ഞത് അതങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ ഈശോ മെയിൻ ആയിട്ട് പറഞ്ഞെന്താ? ഈശോ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകൻ നൽകും, അപ്പൊ മെയിൻ ആയിട്ടുള്ളത് ഈശോയുടെ വാഗ്ദാനം ഇതാണ്, ഒരു സഹായകനെ നമുക്ക് നൽകും. ഇത് ഈശോയുടെ വാഗ്ദാനം. അപ്പൊ ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. പക്ഷെ പലപ്പോഴും എന്താ, നമ്മളത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് സഹായകന് ആവശ്യമുള്ളത്? നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു വേദന ഉണ്ടാവുമ്പോൾ, ഒന്ന് ഒറ്റപ്പെടുമ്പോൾ, ഒരു വിഷമത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, പക്ഷെ നമ്മൾ ഈ സഹായകനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് അവനെ ചെയ്യുന്നത്. ഇത് ആര് പറഞ്ഞതാ? വേറെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതല്ല, ഇത് എൻ്റെ ഈശോ പറഞ്ഞതാ. എൻ്റെ ഈശോ ചുമ്മാ പറയുമല്ല, അത് ഈശോ എനിക്ക് വാഗ്ദാനം ചെയ്ത സഹായകനാണ്. വാഗ്ദാനം ചെയ്തു. അപ്പൊ എന്താ? ഈശോ വാഗ്ദാനം ചെയ്തതാണെങ്കിൽ, ഈശോ പറഞ്ഞിട്ടില്ലേ, ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷെ എൻ്റെ വാക്ക് കടന്നു പോവില്ല, എൻ്റെ വചനം കടന്നു പോകില്ല. അപ്പൊ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും അത് നടന്നിരിക്കും. അപ്പൊ എന്താ? ഞാനപ്പം ഈ പരിശുദ്ധാത്മാവിനെ വിളിക്കണം, ആ ഒരു സഹായത്തിനായിട്ട് അപേക്ഷിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെയല്ലേ പറയുന്നത്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവ് നൽകിയില്ല. അപ്പൊ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവ് നൽകിയില്ല എന്ന്. അപ്പൊ ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവ് നൽകിയില്ല. അപ്പോ അച്ഛന് തോന്നുന്നു ഇതാണ്, നമ്മൾ ചോദിക്കണം മക്കളെ, നമ്മൾ ചോദിക്കണം. ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പൊ ചുമ്മാ ചോദിക്കുക. ഇപ്പം അച്ഛൻ്റെ എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ അത് ക്ലെയിം ചെയ്യണം. ഇപ്പൊ എന്താ, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈശോയെ, ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ, പരിശുദ്ധാത്മാവെ, ഈശോ എനിക്ക് തന്ന സഹായക, എന്റെ സഹായത്തിനായിട്ട് വരണേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവെ, ഈശോ എനിക്ക് തന്ന എന്റെ സഹായക. അപ്പൊ അതാണ് എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്? കാരണം ഇത് എൻ്റെ ഈശോ എനിക്ക് തന്നതാ, എൻ്റെ ഈശോ തന്നതായതുകൊണ്ടാണ്, വേറെ ഒന്നും അല്ല. ഞാൻ ചുമ്മാ വിളിക്കുകയല്ല ചെയ്യുന്നത്, എൻ്റെ ഈശോ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് എൻ്റെ പരിശുദ്ധാത്മാവെ, ഈശോ എനിക്ക് തന്ന എൻ്റെ സഹായക, നീ എൻ്റെ സഹായകനാണ് എനിക്ക്. അപ്പോൾ നീ എൻ്റെ സഹായത്തിനാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങള്, ദാനങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരുപാട് സുഹൃദേവമൊക്കെ നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ അതിലൊക്കെ നമുക്കിങ്ങനെ ഇപ്പം ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഫലം എന്താ? സ്നേഹം. അപ്പൊ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ, ഈശോ തന്ന എൻ്റെ സഹായക, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ. അപ്പൊ എന്തുകൊണ്ട്? അപ്പം ഞാൻ ക്ലെയിം ചെയ്യാണ് ഈശോ തന്ന സഹായം. അപ്പൊ എന്ത് പറ്റും? പരിശുദ്ധാത്മാവ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈശോയുടെ വാക്കാണ്. അത് ചെയ്തില്ലെങ്കിൽ ഈശോയുടെ വാക്ക് നടക്കില്ലല്ലോ. അപ്പം ഉറപ്പായിട്ടും, കാരണം ഇത് ഈശോയുടെ വാക്കാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈശോനെ വിളിക്കണം.
അല്ല, പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത്, പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. അപ്പൊ ചോദിക്കണം. ചോദിക്കുമ്പം ഉറപ്പായിട്ട് നടക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ നമുക്കറിയാലോ, ഈ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ഈശോയുടെ ഫോൺ നമ്പർ എന്താ? ഈശോയുടെ ഫോൺ നമ്പർ എന്താ നമുക്കറിയാലോ. ഈ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 അല്ലെ? ജെറമ്യാ 33:3 എന്താ? എന്നെ വിളിക്കുക, ഞാൻ ഉത്തരമരുളും. ഞാൻ അവർക്ക് ഉത്തരമരുളും. മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അല്ലെ? എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അത് നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഉത്തരം തരും. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവ് നൽകിയില്ല. അപ്പൊ വിളിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? ഞാൻ വിളിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഈശോ അയക്കും. പരിശുദ്ധാത്മാവിനെ അയച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? അപ്പോൾ അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവർ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പം ഈശോ കൂടുതൽ സംസാരിക്കും, പരിശുദ്ധാത്മാവിനോട് നമ്മളോട് കൂടുതൽ സംസാരിക്കും, നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കും, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു തരും. ഇതാണ് നമ്മുടെ പരിശുദ്ധാത്മാവിന് ബേസിക് ആയിട്ട്. അപ്പൊ അച്ഛന് പറയാനുള്ളത്, ഈശോയുടെ മക്കളോട് പറയാനുള്ളത്, നമ്മൾ മറക്കരുത്, നമ്മുടെ ഈശോ നമുക്ക് വലിയൊരു ഗിഫ്റ്റാണ് തന്നേക്കുന്നത്. പരിശുദ്ധാത്മാവായ ദൈവത്തിന്, അത് ഈ പിതാവായ ദൈവത്തിന് നൽകാൻ പറ്റുന്ന ഈശോ കഴിഞ്ഞ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ആ പരിശുദ്ധാത്മാവിനെയാണ് ഇപ്പൊ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകാം. ഇപ്പൊ സാധാരണ നമ്മൾ ഈ ടൈമിലൊക്കെ എന്താ, നമുക്ക് എന്തെങ്കിലും അറിയില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പം കൂടുതലും മൊബൈലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്, അറിയില്ലാത്ത കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഇല്ല അല്ലെ? ഉത്തരം കിട്ടാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പം മിക്ക ഉത്തരങ്ങളൊക്കെ കുറെയൊക്കെ കിട്ടും, കുറെ ഇൻഫർമേഷൻസ് കിട്ടും. പക്ഷെ ജീവിതത്തിൽ ഒരു ഉത്തരം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗൂഗിൾ വേണ്ട, നമുക്ക് പരിശുദ്ധാത്മാ തന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവോട് ചോദിക്കുക. കാരണം ഈശോ പറഞ്ഞേക്കുന്നല്ലോ, ഈശോ തന്നതാ. അപ്പൊ ഉറപ്പായിട്ടും അവൻ വാക്ക് പാലിക്കണ്ടേ? ഉറപ്പായിട്ടും പാലിക്കും. അതാ എന്റെ കൂട്ടുകാരെ, നമ്മുടെ വിശ്വാസം അതാണ് മാറ്റർ ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസം. അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവെ ഈശോ തന്ന എന്റെ സഹായക, ഈശോ തന്ന എന്റെ സഹായകം. അപ്പൊ എന്ത് പറ്റി? അത് ഭയങ്കര പേഴ്സണലായി, എന്റെ പരിശുദ്ധാത്മാവായി, എന്റെ ആയി. അപ്പൊ ആ ഒരു പേഴ്സണൽ ബന്ധം ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പൊ എന്ത് പറ്റും? പരിശുദ്ധാത്മാവ് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് ആവശ്യമുള്ള കൃപകള് പരിശുദ്ധാത്മാവ് തരും. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈശോ പറയുന്ന വേറൊരു കാര്യമാണ്, നമ്മള് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. അതാ നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തിയില്ല, ഒരു ഉണർവില്ല, അങ്ങനെ അപ്പൊ എന്താ? ഈശോയുടെ വാക്യം അപ്പൊ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. അപ്പൊ ഇത് ഈശോയുടെ വലിയൊരു ഒരു കൃപയുള്ള അഭിഷേകം നിറഞ്ഞൊരു. അതുകൊണ്ടല്ല നമ്മളിപ്പം കുറച്ചു മുമ്പ് നമ്മള് ശോഭ പറഞ്ഞില്ല, നമ്മളിങ്ങനെ സെഷൻ കേട്ടോണ്ടിരിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. എപ്പോഴാണ് വരുന്നത്? വിളിക്കുമ്പോ ഞാൻ വിളിക്കണം, ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിക്കണം. വിളിക്കുമ്പോ എന്ത് പറ്റും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതാണ് ആ ശക്തി. അപ്പൊ ഇതിന് അച്ഛൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഇപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്നാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ പത്രോസൊക്കെ എന്തോരം പേടിച്ചാണ് ഈശോനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പസ്തോല പ്രവർത്തനത്തിൽ എന്താ കാണുന്നത്? അവരെ ജയിലിൽ അടച്ചു, എന്നിട്ട് പറഞ്ഞു ഇനി മിണ്ടരുത് ഈശോനെ കുറിച്ച്. അവർ പറഞ്ഞു ഇല്ല, നിങ്ങളെ അല്ല, ഞങ്ങൾ ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കുള്ളൂ. അപ്പൊ ആ പേടിയൊക്കെ എവിടെ പോയി? കൊന്നു കളഞ്ഞാലും ഒരു കുഴപ്പമില്ലായിരുന്നു അവർക്ക്. അങ്ങനെ ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ശക്തി കിട്ടി. വേറൊരു ഉദാഹരണം അച്ഛന് പറയാനുള്ളത്, ഇപ്പൊ നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം, ന്യായാധിപൻ 14, 5, 6 വാക്യങ്ങളാണ്. അതിങ്ങനെയാണ്. അപ്പോൾ അതിലെങ്ങനെയാ? സാംസൺ മുന്തിരിത്തോട്ടത്തിലേക്ക് പോവാണ്. മുന്തിരിത്തോട്ടത്തിൽ എന്താ ഉണ്ടാവുന്നത്? മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിയാണ് ഉണ്ടാവുന്നത്. പക്ഷെ സാംസൺ മുന്തിരിത്തോട്ടത്തിൽ പോകുമ്പോൾ അവിടുന്ന് അലറിക്കൊണ്ട് ഒരു സിംഹം വരും. എതിരെന്ന് അലറിക്കൊണ്ട് ഒരു സിംഹം വരും. അപ്പൊ എന്ത് പറ്റും? സാംസൺ ശരിക്കും പേടിക്കുമല്ലോ. സാറിന് ആരാ ഈ കാട്ടിലെ രാജാവ്? കാട്ടിലെ രാജാവ് സിംഹ. ഏറ്റവും വലിയ ശരീരം ഉള്ളതുകൊണ്ടാണോ കാട്ടിലെ രാജാവായ? അല്ലല്ലോ. കാട്ടിലെ രാജാവ്, കാരണം എന്താ? ഈ അലർച്ച കേൾക്കുമ്പം എന്ത് വലിയ കൊമ്പന്മാരായാലും ആന പോലും പേടിക്കും ആ ഒരു അലർച്ച കേൾക്കും. അതുകൊണ്ടാണല്ലോ പത്രോസ് പറയുന്നത്, അലർന്ന ഒരു സിംഹത്തെ പോലെ പിശാച് ഇങ്ങനെ നമ്മളെയൊക്കെ വിഴുങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്. അപ്പം ഈ പിശാച് അപ്പൊ സിംഹം അലറിക്കൊണ്ട് വന്നു.
അലറിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പം ശരിക്കും സിംഹം അലറുമ്പോൾ നമ്മുടെ മേത്തൊന്നും സ്പർശിക്കുന്നില്ലല്ലോ. ശരിക്കും അലർച്ച കേൾക്കുമ്പോൾ എവിടെയാണ് അത് സ്പർശിക്കുന്നത്? നമ്മുടെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ മൈൻഡിനെയാണ് സ്പർശിക്കുന്നത്. അപ്പം എന്താ, നമ്മുടെ എല്ലാ എന്താ പറയാ വിശ്വാസവും നഷ്ടപ്പെട്ട് നമ്മൾ അങ്ങ് പേടിക്കും. പേടി എവിടെയാ തട്ടുന്നത്? നമ്മുടെ മൈൻഡിനെയാണ് തട്ടുന്നത് അല്ലെ? അപ്പോൾ ഈ നമുക്ക് ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തെ ആയിരിക്കില്ല പലപ്പോഴും ബാധിക്കുന്നത്, നമ്മുടെ ആത്മവിശ്വാസത്തെ, നമ്മുടെ ഒരു ധൈര്യത്തെ. അപ്പൊ എന്താ, നമ്മുടെ മൈൻഡിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ ഈ സിംഹം അലറി വരുന്നത് പോലെ പിശാച് നമ്മൾ അലറി വരാം. എവിടെയാ? മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ മുന്തിരിയെ പ്രതീക്ഷിക്കുന്നത്, സിംഹത്തെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എന്താ, ജീവിതത്തിൽ ഏത് സമയത്ത് വേണേ അപ്രതീക്ഷിതമായ സ്ഥലത്ത് അപ്രതീക്ഷിതമായ സമയത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാം, ഒരു സിംഹം അലറി വരാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അടുത്ത 6ാമത്തെ വാക്യത്തിലാന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെ പറയുന്നു, അപ്പൊ സിംഹം അലറി വന്നപ്പോ എന്താ സംഭവിച്ചത്? സിംഹം അലറി വന്നപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് സാംസന് മേലെ ആവസിച്ചു. പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പം സിംഹക്കുട്ടി ഓടി വന്നു. പക്ഷെ ഈ സാംസൺ എന്ത് ചെയ്തു? ഈ സിംഹക്കുട്ടീനെ ഒരു ആട്ടിൻകുട്ടീനെ പോലെ വലിച്ചു കീറി. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പരിശുദ്ധാത്മാവ് സിംഹത്തെക്കാളും ഫാസ്റ്റ് ആയിരുന്നു. സിംഹം ഓടി വരും, പക്ഷെ അതിനേക്കാളും ഫാസ്റ്റ് ആയിരുന്നു പരിശുദ്ധാത്മാവ്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഈ വരുന്നത് സിംഹമാണോ ആടാണോ? ആക്ച്വലി വരുന്നത് സിംഹം തന്നെയാണ്. പക്ഷേ സാംസണ് അത് സിംഹമായിട്ട് തോന്നിയില്ല, അത് ആട്ടിനെ പോലെയാണ് തോന്നിയത്. സിംഹമാണ് വരുന്നത്, പക്ഷെ ആടിനെ പോലെയാണ് തോന്നിയത്. അപ്പൊ ഒരു ആടിനെ പോലെ വലിച്ചു കീറി. അപ്പൊ അതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, അത് ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നും. കാരണം എന്താ? സഹായകനുണ്ട്. ആര് തന്ന സഹായകന? എൻ്റെ ഈശോ തന്ന സഹായന. ഈ സഹായകൻ ആരാ? ദൈവമാണ്, സർവശക്തനാണ്. അപ്പൊ എനിക്ക് കൂടെയുള്ള വേറൊരു മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈശോ പറഞ്ഞ സഹായകനെ നമ്മൾ വിളിക്കണം. പക്ഷെ നമ്മൾ വേറെ എന്തോ ഒരു സഹായത്തിനാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഈ സഹായം എത്ര പ്രാവശ്യം നമ്മൾ വിളിക്കാൻ മറന്നു പോകുന്നു അല്ലെ? വിളിക്കാൻ മറന്നു പോകുന്നു. അച്ഛൻ ലാസ്റ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാ. ലാസ്റ്റ് ആയിട്ട് അച്ഛന് പറയാൻ ആഗ്രഹിക്കുന്ന, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്കറിയാം, നമ്മളെല്ലാം ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയാണ് അല്ലെ? 1 കൊറിന്ത്യൻസ് 6:19 ഇങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം ജീവിക്കുന്ന എന്താ, യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് ഏറ്റവും എളുപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ തീക്കനൽ കണ്ടിട്ടില്ലേ? തീക്കനല്. അപ്പൊ ഒരു ഇതില് തീക്കനൽ ഉണ്ടെങ്കിൽ, തീക്കനലുണ്ട്, പക്ഷെ അതിൽ മൊത്തം ചാരമൊക്കെ ആയിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല തീക്കനൽ ഉണ്ടെന്ന് അല്ലെ? പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, മൊത്തം ഇരുട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ ഒരു ചൂടുണ്ടാവില്ല. അപ്പൊ പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന് ഈശോ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു തീക്കനല് പോലെ എടുക്കുക. അപ്പൊ തീക്കനൽ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അതിങ്ങനെ ചാരത്തിലൊക്കെ പലപ്പോഴും മൂടിക്കിടക്കുമായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ചാരമൊക്കെ ഒന്ന് മാറ്റണം, ഒന്ന് ഊതുമ്പോൾ എന്ത് പറ്റും? ആ ചാരമൊക്കെ മാറി അതങ്ങ് പ്രകാശിക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് പറ്റും? എൻ്റെ ജീവിതം ഞാനിപ്പോ ഒരു ഇരുട്ടിലൂടെ ആയിരിക്കും ഞാൻ കടന്നു പോകുന്നത്. ഞാൻ ഇരുട്ടിലൂടെ ആയിരിക്കും, ഭയങ്കര തണുപ്പുള്ള ഒരു ജീവിതം, തണുത്തുറച്ചിരിക്കുമായിരിക്കും ഞാൻ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഞാൻ കടന്നു പോകുന്നത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഞാനൊന്ന് ഊതണം. ഈ ഊതുന്നത് എന്താ? ഈ ഊതുന്ന അച്ഛൻ്റെ ഒരു അഭിപ്രായത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പം ഞാൻ ഓരോ പ്രാവശ്യം ഊതുവാണ്. ഓരോ പ്രാവശ്യം ഊതുമ്പോഴും കത്താൻ തുടങ്ങും. അപ്പൊ ആ ചാരമൊക്കെ ഒന്ന് മാറും, ആ അഴുക്കൊക്കെ ഒന്ന് മാറും. അത് പതുക്കെ അങ്ങ് വരും. അപ്പൊ അത് പതുക്കെ അപ്പൊ എനിക്ക് കത്താൻ തുടങ്ങുമ്പോൾ പ്രകാശമാവും, ഇരുട്ടൊക്കെ ഒന്ന് മാറും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് തീയായിട്ട് മാറും, കത്തി ജ്വലിക്കാൻ തുടങ്ങും. അപ്പൊ ഇരുട്ട് മൊത്തം മാറി ചൂടെടുക്കാൻ തുടങ്ങും, ചൂട് തരാൻ തുടങ്ങും. അപ്പൊ ഞാൻ തണുത്ത ഒരു ജീവിതമാണെങ്കിൽ എനിക്ക് ഒരു പ്രകാശമാവും ജീവിതം. അതുപോലെ ചൂടാവും, നല്ല ആക്റ്റീവ് ആവും, പിന്നെ കാണാൻ അടിപൊളിയല്ലേ? അടിപൊളി. അപ്പൊ എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഒരു അഭിഷേകമാക്കി മാറ്റും. ഇതിന് നല്ലൊരു എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് രാവിലെ ഇങ്ങനെ അച്ഛൻ ഓർത്തോ, പള്ളിയിൽ പോയപ്പം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തോന്നിച്ച ഇതിന് ഒരു ബൈബിൾ വാക്യമുണ്ട് ഇതിന്. അത് 2 മക്കബയർ 1-ാം അധ്യായം 18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. അത് അച്ഛൻ പെട്ടെന്ന് പറയും എന്താണ്. അതെന്താന്ന് വെച്ചാൽ ഈ എക്സൈല് എന്ന് പറഞ്ഞാൽ എന്താ, ഈ
പ്രവാസത്തിന്റെ സമയത്ത് ഇസ്രായേൽക്കാരെയും ഒക്കെ ആണെങ്കിൽ ഈ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാൻ സമയത്ത് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പിള് ദേവാലയത്തിലെ ജെറുസലേം ദേവാലയത്തിൽ അപ്പൊ അവിടുത്തെ അൾത്താരയിൽ അവിടെ കത്തിക്കൊണ്ടിരുന്ന സാക്രിഫൈസിൽ ബലിയിൽ കത്തിക്കൊണ്ട് ബലിപീഠത്തിൽ നിന്ന് കുറച്ച് അഗ്നി എടുത്ത് അവര് ഒരു ഗുഹയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. ഒരു ഗുഹയിൽ കൊണ്ടുപോയി കുറച്ച് അഗ്നി കൊണ്ടുപോയി ആ ബലിപീഠത്തിൽ നിന്നുള്ള അഗ്നി എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നെഹമിയ പ്രവാചകൻ ഈ ഒളിപ്പിച്ചു വെച്ച പുരോഹിതന്മാരുടെ പിൻഗാമികൾ എന്ന് പറഞ്ഞ മക്കളുടെ മക്കൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അപ്പന്മാർ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടെന്ന് നമുക്കറിയാം, പക്ഷെ അത് നിങ്ങൾ പോയി കണ്ടുപിടിക്കുക. അപ്പം ഈ ഇവരെ പറഞ്ഞു വിടുമ്പോൾ അവിടെ പോയി നോക്കുമ്പം അവിടെ പോയി നോക്കുമ്പോൾ കാണുന്നത് അവിടെ തീയൊന്നും കാണുന്നില്ല, പക്ഷെ ഒരു ദ്രാവക രൂപത്തിലുള്ള എന്തോ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നെഹമിയ പറഞ്ഞു അത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അവര് ഒരു ബലിപീഠം ഉണ്ടാക്കി. ബലിപീഠത്തിൽ ഇങ്ങനെ തടികളും ഇതൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ ഈ ദ്രാവകം ഇട്ടു. ദ്രാവകം ഇട്ടപ്പോഴത്തേനും പെട്ടെന്ന് അവിടെ ഭയങ്കര മേഘമായിരുന്നു. മേഘമൊക്കെ മാറി സൂര്യൻ വന്നു. സൂര്യൻ വന്നപ്പോഴത്തേ എന്തുവാ, ഈ ദ്രാവകം പെട്ടെന്ന് കത്താൻ തുടങ്ങി. അത് മൊത്തം അവിടെ തടിയും എല്ലാം കത്തിച്ചൊലിപ്പിച്ചു. അപ്പൊ ഇതുപോലെയാണ് ഈ ദ്രാവകം എന്ന് പറയുന്നത് ആ ഒരു അഗ്നിയായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നി. അപ്പൊ ഈ ഒരു അഗ്നി നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഈശോ തന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോ തന്ന ഒരു വാഗ്ദാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ പരിശുദ്ധാത്മാവ്. പക്ഷെ എന്താ ചെയ്യണ്ടേ? പലപ്പോഴും ഇതുപോലെ ഒരു ദ്രാവകമായിട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ എന്താ ചെയ്യണ്ടേ? നമ്മളന്ന് ഊതി കത്തിക്കണം. എങ്ങനെ ഊതി കത്തിക്കുന്നത്? അച്ഛന്റെ അഭിപ്രായത്തിൽ ഇതാണ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിക്കണം. അപ്പൊ ചുമ്മാ വിളിക്കുകയല്ല, അച്ഛന്റെ നമ്മൾ പറയണം, പരിശുദ്ധാത്മാവേ, ഈശോ എനിക്ക് തന്ന എന്റെ സഹായക. അപ്പൊ എന്റെയാണ് നീ. ഈശോ എനിക്ക് തന്ന. അപ്പൊ എന്ത് പറ്റും? അതൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സ്നേഹം, ഇതാണല്ലേ മക്കളെ വിശ്വാസം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് പറയുക, ചോദിക്കുക. ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ല നമുക്ക് ഉത്തരം കിട്ടുന്നത്. പലപ്പോഴും അച്ഛന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഉത്തരം തരുന്നല്ലേ പറഞ്ഞു, പക്ഷെ ഈ ഉത്തരം പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഉത്തരം ആയിരിക്കില്ല മിക്കവാറും കിട്ടുക. അച്ഛനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ പെട്ടെന്ന് ഷോർട്ടായിട്ട് ഇപ്പം എഞ്ചിനീയറിങ്ങിന് അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെമിനാറിലൊക്കെ പോകുന്നതിന് മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നോക്കുമായിരുന്നു. അപ്പോൾ ഒരു എസ്സേ ടൈപ്പിൽ 2 ഇതുണ്ട്. അപ്പൊ രണ്ടും അറിയാം. ഒരെണ്ണം ഉത്തരം കിട്ടണമെങ്കിൽ മാത്സ് ആണ് ഫുള്ള്. അപ്പൊ അതിനൊരു 5 പേജ് എഴുതണം, മറ്റതാണെങ്കിൽ 5 ലൈൻ എഴുതിയാൽ മതി. അപ്പൊ ഞാൻ 5 ലൈൻ ഉള്ളത് ചൂസ് ചെയ്തു, കാരണം രണ്ടും അറിയാം, പക്ഷെ ഇത് 5 ലൈനിൽ തീരുമല്ലോ. പക്ഷെ അങ്ങനെ അപ്പൊ തുടങ്ങുന്നതിന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചിട്ട് അപ്പൊ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോന്നിപ്പിച്ചു വലുത് എഴുതാൻ. പക്ഷെ ഞാൻ ഓർത്തത് ഭയങ്കര പൊട്ടത്തരല്ലേ, 5 പേജ് എഴുതി മാത്സ് എവിടെ വേണമെങ്കിലും തെറ്റാം, മറ്റേ 5 ലൈനിൽ കിട്ടും. പക്ഷെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോന്നിപ്പിക്കുകയായിരുന്നു, നീ അത് എഴുത്, ഞാനല്ലേ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ബാറ്റിലായിരുന്നു, ഒരു യുദ്ധമായിരുന്നു ഉള്ളിൽ. പക്ഷെ അവസാനം പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച് എഴുതി. എല്ലാം കഴിഞ്ഞു, പരീക്ഷ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എല്ലാവരും ഈ എഴുതിയത് ആ ചെറിയൊരു ഇതാണ്, 5 ലൈൻ എഴുതുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ മഹാപൊട്ടനായി പോയല്ലോ, നീ ചുമ്മാ മറ്റത് എഴുതാമായിരുന്നു, ഇത് തെറ്റിയോന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോവാൻ നേരത്തെ ആയപ്പോഴത്തേക്കും ഒരു കൂട്ടുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, നോക്കി ഈ ഒരു ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യനോ 5 ലൈൻ എഴുതേണ്ട ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് നമ്മൾ അങ്ങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു രീതിയിൽ. അപ്പൊ എന്ത് പറ്റി? അത് എഴുതി എല്ലാവർക്കും മാർക്ക് പോയി. അപ്പൊ ഞാൻ കുറച്ചങ്ങ് മാറി, എനിക്ക് അങ്ങ് കരയാൻ തോന്നി. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ നിന്നോട് ഞാൻ ചോദിച്ചില്ല ഈ 2 ഏതാ എഴുതണ്ടേ, പക്ഷെ നീ എന്നോട് പറഞ്ഞു വലുത് എഴുതാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ ഇത് പൊട്ടത്തരല്ലേ വലുത് എഴുതാൻ, ഇത് മറ്റതാണെങ്കിൽ 5 ലൈൻ എഴുതാം. പക്ഷെ എന്നാലും ഈശോ എന്തുകൊണ്ടാണ് ഈശോ നീ ഇത്രമാത്രം സ്നേഹം? അത് അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ല പരിശുദ്ധാത്മാവ് നമ്മൾ ഉത്തരം പറയുന്നത്, പക്ഷെ നമ്മൾ അനുസരിക്കുമ്പോൾ ഭയങ്കര കൃപയായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ഒരു പ്രാവശ്യം അയർലൻഡ്, ഇപ്പൊ അച്ഛൻ ജർമ്മനിയിലെ ഒരു പ്രോഗ്രാമിന് വന്നിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അയർലൻഡിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവാൻ നേരത്തെ അപ്പൊ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തു. അപ്പൊ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടൊന്നും മീൻസ് 1 മാസമായിട്ട് റിപ്ലൈ ഒന്നുമില്ല. അപ്പൊ അവിടെ ജീസസ് യൂത്തിന്റെ ഒരു പ്രോഗ്രാമിന് ഒരു 600-700 യുവാക്കൾ വരുന്ന ഒരു നാഷണൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതിന് പോകാൻ വേണ്ടി അപ്പൊ കുറച്ച് സെഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അവർക്ക് മെയിൽ അയച്ചു. അപ്പൊ അവരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ പോകുന്ന വെള്ളിയാഴ്ചയാണ് പോകേണ്ടത്. ബുധനാഴ്ച അവർക്ക് ഫോൺ ചെയ്യാന്ന് ഓർത്തു. അപ്പോൾ ഫോൺ ചെയ്യുന്ന പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ ഇപ്പൊ ഫോൺ വിളിക്കട്ടെ,
ഫോൺ വിളിച്ചു ചോദിക്കട്ടെ. അപ്പൊ ഈശോ തന്ന ഒരു പരിശുദ്ധാത്മാവിനോട് ഈശോ തന്ന പ്രേരണ ഇതാണ്, ഉച്ച കഴിഞ്ഞ് ഫോൺ വിളിക്കാൻ. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം. അപ്പൊ ഞാൻ ഓർത്ത് കരുണക്കൊന്തൊക്കെ ചെല്ലിട്ട് ഫോൺ വിളിക്കാനായിരിക്കും, അപ്പൊ വിളിച്ചു കഴിഞ്ഞ് ഉടനെ എല്ലാം റെഡി ആവും എന്നൊക്കെ ഓർത്തു. അപ്പൊ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഓർത്തു. ഉച്ച കഴിഞ്ഞ് ഫോൺ വിളിച്ചു. 3 മണി കഴിഞ്ഞ് കരുണക്കൊന്തൊക്കെ ചെല്ലി കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചു. ഫോൺ വിളിച്ചപ്പം അവിടുന്ന് റെസ്പോണ്ട് ചെയ്തു, നിങ്ങൾ വിളിക്കേണ്ട സമയം കഴിഞ്ഞു പോയി, രാവിലെ വിളിക്കണമായിരുന്നു, 12:30 വരെയാണ് സമയം. അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഇനി അടുത്തത് വിളിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എനിക്ക് അയർലൻഡിൽ ഓൾറെഡി എത്തണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് കഴിഞ്ഞ് കോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ മര്യാദയ്ക്ക് രാവിലെ വിളിക്കാൻ വേണ്ടി ഇരുന്നതാ, ഞാൻ വിളിക്കാൻ ഇരുന്നതല്ലേ. അപ്പൊ നിന്നോട് ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് എന്താ ഉച്ച കഴിഞ്ഞ് വിളിക്കാൻ? ഈശോ ഇനിയൊരു സമയമില്ല വിളിക്കാൻ, ഇനിയൊരു സമയമില്ല, വെള്ളിയാഴ്ച എനിക്ക് അവിടെ എത്തണം. അപ്പൊ ഇനി വിസ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം എങ്ങനെയാലും പോവാന്ന് വെച്ചു. അപ്പോൾ എംബസി പോയി. അപ്പൊ സാധാരണ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അകത്ത് കയറ്റില്ല. പക്ഷെ ഈശോ എല്ലാം അടിപൊളിയായിട്ട് നടത്തി എന്നുള്ളതാണ്. അത് അവിടെ ചെന്ന് എംബസി തൊട്ട് മുന്നോ അവിടെയുള്ള ഒരു എംപ്ലോയി അവിടെ വരുന്നു. അന്ന് ഹോളിഡേ ആയിരുന്നു, അവർക്ക് വർക്ക് ഇല്ല, അപ്പൊ ആരെയും കയറ്റില്ല. പക്ഷെ ആ ഒരു എംപ്ലോയിനെ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് മാറിയെന്നീ കാണില്ലായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ കാര്യം. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഫോൺ വിളിച്ച് പറഞ്ഞു എന്റെ ഇതുവരെയും അത് ചെയ്തിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അത് പെട്ടെന്ന് ട്രൈ ചെയ്യാം, അത് ഇന്ന് ചിലപ്പോൾ കിട്ടുമായിരിക്കാം, ട്രൈ ചെയ്യും, പക്ഷെ ഓരോ ഉറപ്പും ഇല്ല, അവർക്കെല്ലാം ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ എന്നോട് പറഞ്ഞു തിരിച്ചു പൊക്കോളാം വന്നു. അപ്പൊ ഞാൻ പോവാണ്. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഒരു മെയിൽ വന്നു, വിസ റെഡിയായി, മീൻസ് വിസ അപ്രൂവ് ആയി. അപ്പൊ തന്നെ ഒരു ഫോൺ കോൾ വരുന്നു, പെട്ടെന്ന് എംബസിയിലേക്ക് വാ, ഇപ്പൊ തന്നെ സ്റ്റാമ്പ് ചെയ്ത് തരാൻ. അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നടു റോട്ടിൽ ഇരുന്ന് ഡാൻസ് ചെയ്തത്. ഞാൻ ചാടി. കാരണം എന്താ, എന്റെ ഈശോ ഞാൻ എന്താ പറയാ, ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ, ഈശോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അയർലൻഡിൽ എത്തി. കുർബാനയുടെ സമയത്ത് ഈശോ ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു, മോനെ നിന്നോട് ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയോ രാവിലെ വിളിക്കണ്ട ഉച്ച കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞത്? രാവിലെ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ വിളിക്കും, ചിലപ്പോൾ അവരെല്ലാം ചെയ്തു തരും, അത് നിനക്ക് നോർമലായിട്ട് തോന്നും. നോർമൽ എന്തോ സംഭവിച്ചു, ഓക്കെ, നോർമലായിട്ട് സംഭവിച്ചു. പക്ഷെ ഇപ്പൊ എന്താ ഉച്ച കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വിളിക്കുമ്പോൾ എന്താ, നിനക്ക് ഇത് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഒരു പോസിബിലിറ്റി ഇല്ല. എങ്ങനെയും നടക്കില്ല, ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം വെള്ളിയാഴ്ച നീ അവിടെ എത്തണം, അത് ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ എന്താ, പക്ഷെ ഈ ഒരു പോസിബിലിറ്റി ഇല്ലേലും ആരാ നിന്നോട് പറയുന്നത്? ഞാനല്ലേ പറയുന്നത്. അപ്പൊ എന്നെ അനുസരിച്ച് കഴിഞ്ഞാൽ ഒരു വഴി ഇല്ലാത്തയിടത്തും വഴി തുറക്കാൻ എനിക്ക് പറ്റുമെന്ന് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഞാൻ ഉച്ച കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞത്. അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവനോട് ചോദിക്കണം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അവനോട് ചോദിക്കണം, ഈശോ നീ എന്താ ആഗ്രഹിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഈശോ പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കും. അതുകൊണ്ടല്ലേ യേശുപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-21 ഇങ്ങനെയല്ലേ പറയുന്നത്, കർത്താവ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നീ നിന്റെ നയനങ്ങൾ നീ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വടത്തോട്ടോ തിരിയുമ്പോ നീ പുറകിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ എന്താ, ഈശോ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ചുമ്മാ ഒരു വാഗ്ദാനമല്ല, സഹായകനാണ്. നമ്മൾ ചോദിച്ചാൽ അവൻ ഉത്തരം അരുളും. ചോദിച്ചാൽ അവൻ സഹായിക്കും മക്കളെ, ചോദിച്ചാൽ അവൻ സഹായിക്കും. അച്ഛൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ അച്ഛന് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇതാണ്. ഒന്നാമത്, നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം അപേക്ഷിക്കണം. കാരണം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലാണ് പലപ്പോഴും പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധ അമ്മ, കാരണം എന്താ, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനും മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. അപ്പൊ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ, പറ്റുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ഇന്റിമേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ഈശോ എനിക്ക് തന്ന എന്റെ സഹായിക, ഈശോ എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന എന്റെ സഹായിക, ഈ കാര്യത്തിൽ അല്ലെങ്കിൽ എന്താ ആ ഒരു ആവശ്യം പറയുക, എന്റെ ബുദ്ധിമുട്ട് പറയുക. കാരണം എന്താ, സഹായിക്കേണ്ട കടമ പരിശുദ്ധാത്മാവിനുണ്ട്, കാരണം സഹായകനല്ലേ. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ, പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മൾ അവനെ മറക്കരുത് വിളിക്കാൻ. എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം അരുളും. ഈശോയുടെ വാക്ക് ദൈവത്തിന്റെ വാക്കാണ്. ദൈവത്തിന്റെ വാക്ക് ഉറപ്പായിട്ട് നടക്കും, അല്ലെ, ഉറപ്പായിട്ട്. അപ്പൊ എന്താ, ചോദിക്കുന്നവർക്ക് എത്രയധികമായി ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. അപ്പൊ എന്നെ ചെയ്യും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈശോ പരിശുദ്ധാത്മാവിൽ നമ്മെല്ലാം പഠിപ്പിക്കും. അതുപോലെ ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് പറ്റും, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. എന്ത് അനുഗ്രഹമായ പത്രോസ്, എന്ത് പേടിച്ചിരുന്ന പത്രോസും സ്ലീഹന്മാരും എന്ത് കൃപയായി, എന്ത് അനുഗ്രഹമായി, വിശുദ്ധരായി. അപ്പോ ഓർക്കുക,
മക്കളെ, നമ്മളൊക്കെ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ കടന്നു പോകുമായിരിക്കും. ജീവിതം ഭയങ്കര തണുത്ത് ഉറച്ചു നിൽക്കുമായിരിക്കും. ഭയങ്കര ഇരുട്ടായിട്ട് തോന്നും. ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണെന്നൊക്കെ നമുക്ക് തോന്നാം. അതിനാൽ ഈ രോഗങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഓർക്കുക, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. സഹായകൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈശോയോട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം, എന്നെ ഒന്ന് സഹായിക്കണേ, എൻ്റെ സഹായത്തിന് വരണേ, എൻ്റെ സഹായത്തിന് വരണേ. ഏതവസ്ഥയായാലും. അപ്പോൾ എന്ത് പറ്റും? ഓരോ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോഴും ഞാൻ ആ തീക്കനല് ഊതി കത്തിക്കുകയാണ്. ഊതി കത്തിക്കുമ്പോൾ എന്ത് പറ്റും? എന്തെങ്കിലുമൊക്കെ അഴുക്കോ മാലിന്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. തീ കത്തുമ്പോൾ എന്ത് പറ്റും? ആ മാലിന്യങ്ങൾ ഇല്ലാണ്ടാവും, അതിൽ കത്തിപ്പോകും. ചിലപ്പോൾ എനിക്ക് പല അഡിക്ഷൻസ് ആയിരിക്കാം, ചില ബുദ്ധിമുട്ടുകൾ, ചിലക്ക് വേറെ ബന്ധനങ്ങളോ എന്തും ആയിക്കൊള്ളാം, ചില അഡിക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യൂത്തിന് ഏറ്റവും കൂടുതൽ പറ്റുന്ന എന്താ? എനിക്ക് മൊബൈലിൽ കുറേ സമയം, എനിക്ക് ഭയങ്കര അഡിക്ഷൻ. ഒന്ന് ചിലപ്പോൾ 5 മിനിറ്റ് നോക്കാന്ന് ഓർത്തായിരിക്കും ചിലപ്പോൾ 1 മണിക്കൂറായി പോകുന്നു, നിർത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ആവാം. എന്തും ആയിക്കൊള്ളട്ടെ, ഓർക്കുക, നമ്മൾ ഈ പരിശുദ്ധാത്മാവ് കത്തിക്കഴിയുമ്പോൾ എല്ലാ അഴുക്കിനെയും പരിശുദ്ധാത്മാവ് കത്തിക്കും. പരിശുദ്ധാത്മാവ് കത്തിക്കും. അതുകൊണ്ട് എൻ്റെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന മക്കളെ, നമ്മൾ അവനെ കൂടെ കൂടെ വിളിക്കണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈശോ നമ്മളോട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ്, ഈശോ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ഈശോ സംസാരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ഈശോ ആക്കുന്നു. അപ്പൊ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞ അച്ഛൻ നിർത്തുകയാണ്. നോക്കി, പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വന്നപ്പം, പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മേൽ വന്നപ്പം ഈശോനെ കിട്ടി, അല്ലെ? പിന്നെ ഈശോ മരിച്ചു കഴിഞ്ഞ് അപ്പൊ നമുക്ക് കിട്ടി മനുഷ്യനായ ഈശോനെ നമുക്ക് കിട്ടി. പരിശുദ്ധ അമ്മയില് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ മനുഷ്യനായ ഈശോനെ കിട്ടി. ഇനി ഈശോ മരിച്ചു കിടക്കുമ്പം, ഈശോനെ സംസ്കരിച്ചു കഴിഞ്ഞപ്പം പരിശുദ്ധാത്മാവ് ആ മരിച്ചു കിടന്ന ഈശോയിൽ വന്നപ്പം ഈശോനെ ഉയർപ്പിച്ചു. എനിക്ക് ഉത്തിതനായ ഈശോനെ പരിശുദ്ധാത്മാവ് തന്നു. ഉത്തിതനായ ഈശോനെ എനിക്ക് കിട്ടി. അതുപോലെ നമ്മള് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞിന്റെ മേല് പരിശുദ്ധാത്മാവ് വരുമ്പോ എനിക്ക് ഈ ഉത്തിതനായ ഈശോയെ എനിക്ക് കിട്ടുന്നു. എപ്പോഴാ? ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേളില് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താല് എനിക്ക് എൻ്റെ ഈശോനെ കിട്ടുന്നു, അല്ലെ? അപ്പൊ അത് ഓർക്കുക. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് ഓർക്കുക മക്കളെ. നമുക്ക് പേടിക്കേണ്ട ആവശ്യം, ഈശോ പറഞ്ഞിട്ടില്ലേ, യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എങ്ങനെയാ? ഈ പരിശുദ്ധാത്മാവിലൂടെ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധ ത്രിത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈശോ ഞങ്ങൾക്ക് നൽകിയ സഹായക, എൻ്റെ സഹായത്തിനായിട്ട് വരണേ. ഇതാണ് എൻ്റെ സഹായക, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന അവസ്ഥകള്. എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണേ, എന്നെ ഒന്ന് അഭിഷേകമാക്കി മാറ്റണേ. കുറച്ചുകൂടെ ഈശോനെ സ്നേഹിക്കാൻ, ഈശോ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളവരെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ, ഈശോയുടെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണേ. എന്നെ വിശുദ്ധീകരിക്കണേ, അനുഗ്രഹിക്കണേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ അറിയാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണേ. ഈശോയുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.